അത് ഔദ്യോഗിക പരിപാടിയല്ല, ഡിവൈഎഫ്ഐ സെക്രട്ടറി അല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഔദ്യോഗിക പരിപാടി ഗവൺമെന്റ് ക്ഷണിച്ചിട്ട് വരുമ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് അല്ല അത് ചെയ്യേണ്ടത്. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എഴുന്നേറ്റ് എന്ന് എല്ലാവരും നിശബ്ദരായിരിക്കണം. MLA ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോഴും അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളാണെങ്കിൽ പറയും, അല്ലാത്ത ആളുകൾ പുറത്തു പോകണമെന്ന് പറയും. മുഖ്യമന്ത്രി അത് പറയാൻ മടിയുള്ള ഒരാളല്ല. ഞാനാണെങ്കിൽ പറയും, ഉറപ്പായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ചില മീറ്റിങ്ങുകളിൽ ആളുകൾ ആ യോഗത്തിൻ്റെ അന്തസ്സിന് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചാൽ നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറയും. ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇല്ലേ? ഇത് ഒരു ഔദ്യോഗിക പരിപാടിയാണ്, ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാമല്ല, അത് ശരിയല്ല. നിങ്ങൾ ഒരാൾ സംസാരിക്കല്ലേ? അല്ലല്ല, അത് അവിടെ വന്ന ആളുകളെ നിയന്ത്രിക്കണമായിരുന്നു. അവിടെ പാർട്ടി അതിന്റെ ആ ഗൂഢാലോചനയുടെ പുറകിലുണ്ട്. CPM ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂ മന്ത്രി അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം കല്ല് കയറ്റി വെച്ചിട്ട് പോകുന്നവരെല്ലാം ഞങ്ങൾ എന്നുള്ള അധിക്ഷേപപരമായ പരാമർശം ഒരു ഔദ്യോഗിക പരിപാടിയിൽ റവന്യൂ മന്ത്രി, CPIയുടെ വല്ല പൊളിറ്റിക്കൽ പരിപാടിയിൽ, LDFന്റെ പൊളിറ്റിക്കൽ പരിപാടിയിൽ പോയി അദ്ദേഹത്തിന് പറയാം, ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടി പറയും, അങ്ങനെ പറയാൻ പാടില്ല. ഇലക്ഷൻ ആണെന്ന് ഓർത്ത് എന്തും പറയാൻ പാടില്ല. ചില മര്യാദകൾ ചിലർ കാണിക്കണം, അത് കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ ദയവ് ഇവിടെ ആളുകൾ ചോദിക്കുക. നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, പറയാൻ പറ്റില്ല. അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ഒരാൾ പോലെ MLA കൂകിയിട്ടില്ലല്ലോ. അവിടെ ഇറക്കുമതി ചെയ്ത ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഇറക്കുമതി ചെയ്താൽ പാർട്ടിക്ക് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഗവൺമെന്റ് അതിന് കൂട്ടുനിന്നു, മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ലല്ലോ അത് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പരിപാടി അല്ലല്ലോ. ഡിവൈഎഫ്ഐയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് MLA പോയതല്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് പോയതല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ അത് ആ പരിപാടിയുടെ ഗ്രേസ് കളഞ്ഞു. ആ പരിപാടിക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് ഉണ്ട്. നമ്മൾ ഒരാളുകൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു. ആ വീട് പണി എല്ലാവരും കൂടി സഹായിച്ചിട്ട്, ഞങ്ങളുടെ അടക്കം പൈസ ഉണ്ട്, എൻ്റെയും വിഷുവിൻ്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താണ്, എല്ലാവരും പൈസ കൊടുത്താണ്, എല്ലാവരുടെയും പണമുണ്ട്, നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പണമുണ്ട്, കർണാടക ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണമുണ്ട്. ഇതെല്ലാം ചെയ്ത ഒരു നല്ല കാര്യമല്ലേ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ. ആ പരിപാടിയുടെ ഗ്രേസ് സർക്കാർ തന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ തന്നെ ആ പരിപാടി വഷളാക്കി.